വ്യക്തി എങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിലുള്ള സംഭവം അയാൾ എങ്ങനെ തീരുമാനമെടുക്കും? അയാൾക്ക് ആരാണ് ഈ അധികാരം കൊടുക്കുക? അയാൾ പറഞ്ഞല്ലോ ഇപ്പൊ അയാൾക്ക് തോന്നിയത് പോലുള്ള വീഡിയോ ഇടുന്നത്. ചെയ്യട്ടെ, ഞങ്ങളുടെ അർജുനെയും ഞങ്ങളുടെ കുടുംബത്തിനെയും കോട്ട് ചെയ്തുകൊണ്ടുള്ള വീഡിയോ ചെയ്യട്ടെ, നമുക്ക് അപ്പൊ കാണാം. സംസാരിച്ചു. അദ്ദേഹം നിസ്സഹാവസ്ഥനാണ്. അദ്ദേഹം പറഞ്ഞാൽ ഇയാൾ കേൾക്കില്ല. ഇതിനപ്പുറത്ത് എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ പറഞ്ഞതാ, ഇതിനപ്പുറത്ത് എന്ത് പ്രശ്നം വരികയാണെങ്കിലും അതിനുള്ള മൊത്തം തെളിവ് ഇന്ത്യയിലുണ്ട്. ആരും, അതായത് സ്വന്തം കുടുംബക്കാർ വരെ മൂപ്പറാളെ പറ്റി പറയുന്ന സാധനങ്ങൾ എന്റെ കയ്യിലുണ്ട്. ആരും അതിനെ പറ്റി പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ 27-ാം തീയതി സന്ധ്യക്ക് 27-ാം തീയതി സന്ധ്യക്ക് മനാഫ് ഒരാളെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു 2.5 മാസത്തെ സെന്റ് ഓഫ് കൊടുത്തിട്ട് വിടുകയാണ്. വലിയ ഹോട്ടലിൽ പോയി ഇഷ്ടമുള്ള ഭക്ഷണം വാങ്ങി കഴിഞ്ഞ് വരികയാണ്. നാളെ അർജുൻ വന്നിട്ട് ഈ ആള് പോവുള്ളൂ. ഇവിടെയൊക്കെ എല്ലാവർക്കും ഒരു ആഘോഷമാകുമ്പോൾ ഞങ്ങൾ സങ്കടത്തിൽ നിൽക്കുമ്പോൾ അയാൾ സെന്റ് ഓഫ് നടത്തിയിട്ടാണ് ആഘോഷിച്ചത്. ഇതൊന്നും ഞങ്ങൾക്ക് ഇവിടെ വന്ന് പറയേണ്ട ആവശ്യമില്ല, പറയിപ്പിച്ചതാണല്ലോ. ഞങ്ങളിതൊക്കെ നിർത്തിയതാണ് മെഞ്ഞാന്ന്. അതായത് 3 ദിവസം ഞങ്ങളെല്ലാം നിർത്തി ബാക്ക് ടു ലൈഫിലേക്ക് വന്ന ആൾക്കാരാണ്. അത് ഞങ്ങളുടെ റൂമിൽ കുറെ ആളുകളുണ്ട്. ഞങ്ങളെ കസിൻസ് ഒക്കെ റൂമിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. എന്നോട് വന്ന് പറഞ്ഞു, അമ്മേ ഞങ്ങൾ വന്നിട്ടോ, ഇയാൾ എൻ്റെ അടുത്തൊരാളെ കൊണ്ടുവന്നു, ഈ ആൾക്ക് ഞാൻ സെന്റ് ഓഫ് കൊടുത്തതാണ്. പിന്നെ ഞങ്ങളെ സെന്റ് ഓഫ് പാർട്ടി കഴിഞ്ഞ് വരികയാണ്. 2.5 മാസത്തെ ഇതിട്ട് സെന്റ് ഓഫ് കഴിഞ്ഞ് ഇന്ന് പിരിച്ചു വിടുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചു വരാൻ മനാഫ് എന്ത് വേണം ആക്കിക്കോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ ഇത് നിർത്തുന്നില്ല. എങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ട് മൂപ്പരാൾ നിർത്തുന്നില്ല. ഈ എല്ലാ ദിവസവും ഞാൻ ഇന്നൊരു വീഡിയോ കണ്ട്, അതായത് ഏതൊരു സ്ത്രീ മൂപ്പരാളെ വിളിച്ചിങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അർജുന്റെ സഹോദരൻ്റെ ഒരു നന്ദി കിട്ടിയില്ലാലോ. അപ്പോൾ എന്താ പറഞ്ഞു വെച്ചാൽ, ഞാൻ ആരും നന്ദിക്ക് വേണ്ടിയല്ല ചെയ്യുന്നത്. അതൊക്കെ എന്റെ കുടുംബത്തിന്, അതാ പറഞ്ഞു, കുറച്ചെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിനോട് ഒരു സ്നേഹം ഉണ്ടെങ്കിൽ അത് അങ്ങനെയല്ല അമ്മേ, അവര് പറഞ്ഞത് കറക്റ്റാണ്, ഇത് ഇങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ എന്നുള്ളത് അങ്ങനെ പറയാണ് അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത്. അതിന് മറിച്ച് ഇപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിലിരിപ്പ് നിങ്ങൾ മനസ്സിലാക്കണം. ഏത് തരത്തിലുള്ള വൈകാരികതയും ചൂഷണം ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ള ഒറ്റ ഉറപ്പുള്ളൂ. ഇതിനൊക്കെ തെളിവ് ഞങ്ങളെടുത്തു. ഞങ്ങൾ വെറുതെ പറയില്ല. അത് ഇതിന് പുറകിൽ എന്താ കേസ് അത് ഞങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഫുൾ എവിഡൻസ്, എല്ലാ കാര്യങ്ങൾക്കും എല്ലാ എവിഡൻസും നമ്മൾ എടുത്തു. ഇന്നിപ്പോ കൃഷ്ണപ്രിയ വിളിച്ചിട്ട് പോലും എടുത്തിട്ടില്ല. ഞാനൊരു 10-20 മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒക്കെ റീഡ് ചെയ്യാൻ പോവുക. കാരണം മൂപ്പറാക്ക് ഇതിന് പിന്നോട്ട് പോകാൻ പറ്റില്ല. ആ ഒരു ലെവലിൽ എത്തിയതിനെ കൊണ്ട് താവുന്നില്ല. എത്ര കോണ്ടാക്ട് ചെയ്തിട്ട് നിർത്തുന്നില്ല. പിന്നെ ഈ പിന്നെ കമന്റുകൾ, നെഗറ്റീവായിട്ടുള്ള കമന്റുകൾ മാത്രമാണ് നമുക്ക് വരുന്നത്. ഈ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ പിന്നെ വിളിച്ച് ചോദിക്കുക, ഇങ്ങനെ എന്താണ് ഇവിടെ നടക്കുന്നത്, ഇങ്ങനെയൊക്കെയാണോ എന്തൊക്കെയാണെന്ന്. അപ്പൊ അവർക്കും നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ഒരു സാഹചര്യം വരികയാണ്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമായ ഒരു കാര്യം തന്നെയാണ്. നമ്മൾ തകർന്നു പോയി, തുടക്കം മുതലേ നമ്മൾ തകർന്നു പോയപ്പോൾ നമ്മളെ കൂട്ടിപ്പിടിച്ച് കൊണ്ടുവരുന്നത് നമ്മുടെ ചേച്ചിയും ചേട്ടനാണ്. അപ്പോൾ അവർക്കെതിരെ എന്ത് വന്നാലും നമ്മളത് പ്രതികരിക്കും.